വയനാടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശത്തേക്ക് മലയാളത്തിൻ്റെ മഹാനടനായ ശ്രീ മമ്മൂട്ടി സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റേത് തികച്ചും സ്വകാര്യമായ ഒരു സന്ദർശനമായിരുന്നു. ഒരു അതിഥിയായിട്ടാണ് അദ്ദേഹം അവിടേക്ക് ചെന്നതെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ദുരിതബാധിതർക്കായി ടൗൺഷിപ്പ് പുതുതായി പണിത് കൊടുത്തിട്ടുണ്ട്. അതിലെ ഓരോ വീടുകളും വാസയോഗ്യമാണോ, കെട്ടുറപ്പുള്ളതാണോ, അവരർഹിക്കുന്ന രീതിയിലുള്ള ഒരു വീടുകളാണോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തം ആണ് എന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹം അത് നേരിൽ കണ്ട് ഉറപ്പുവരുത്താനായി ചെന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാനാവില്ലെങ്കിലും വാസയോഗ്യമായ അടച്ചുറപ്പുള്ള ഒരു കൂര എല്ലാവർക്കും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് തൻ്റെയും കൂടി കടമയാണ്. തൻ്റെ സന്ദർശനം അതിനു വേണ്ടി മാത്രമുള്ളതാണ്. അതല്ലാതെ വേറെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനും എന്നെ ടൂളാക്കരുത് എന്നാണ് തന്നെ ടൂളാക്കരുതെന്ന് അദ്ദേഹത്തിന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ക്രൗഡിനെ നിയന്ത്രിച്ചും ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചും നിർദ്ദേശങ്ങൾ കൊടുത്തുമൊക്കെ കൂടെ നടന്ന വയനാട് CPM ജില്ലാ സെക്രട്ടറിയായ റഫീഖിനോട് താങ്കൾ ഇങ്ങനെ എൻ്റെ കൂടെ നിഴല് പോലെ നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ പാർട്ടിക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ, ഒരു സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ പൗരന്മാർ ടിക്കറ്റ് എടുത്ത് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് വലുതാക്കിയ മഹാനടൻ മമ്മൂട്ടിക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മലയാളികളോടും ഒരേപോലെയുള്ള പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളികളുടെ കാശ് കൊണ്ട് വലുതായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എല്ലാ കലാമിറ്റിയിലെ വീട് നഷ്ടപ്പെട്ടവരോട് അല്ലെങ്കിൽ വിക്ടിമായിട്ടുള്ള ആൾക്കാരോട്, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരോട് വളരെയധികം കടപ്പാടും പ്രതിബദ്ധതയുമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സങ്കട സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കെട്ടകാലത്ത്, കഷ്ടകാലത്ത് അവരുടെ ഒപ്പം കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി ധാർമ്മിക പിന്തുണ നൽകുകയും ആത്മവിശ്വാസം പകരുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ പേരിലുള്ള ഒരു സന്ദർശനമാണ് ഇത് എന്നാണ് അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കിയത്. അതൊരു രാഷ്ട്രീയ വേദിയല്ല, രാഷ്ട്രീയ പ്രചരണത്തിനല്ല അവിടെ താൻ വന്നിട്ടുള്ളതും ഏതെങ്കിലും പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധവുമല്ല താൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ് വലുത് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും. അപ്പോൾ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ, മലയാളിയുടെ കൂട്ടായ ഉത്തരവാദിത്തം, അതായത് കളക്റ്റീവ് കോൺഷ്യൻസിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് മുണ്ടക്കൈ ടൗൺഷിപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ എത്ര കണ്ട് ഈ കെടുതി കാലത്തും അതേപോലെ തന്നെ ഒരു ദുർഘട സമയത്തും മലയാളികൾ എത്ര കണ്ട് പരസ്പരം കൈകോർക്കുന്നു, സഹായിക്കുന്നു, കരുതൽ കാണിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ടൗൺഷിപ്പ്. അത് ജനങ്ങളുടെ കാശാണ്, അത് ജനങ്ങൾക്ക് അല്ലാതെ സർക്കാർ കൊടുക്കുന്നതല്ല. ജനങ്ങളുടെ കാശ് ജനങ്ങൾ സർക്കാരിന് കൊടുത്തത് സർക്കാർ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത്. സർക്കാർ ഒരു ഇൻസ്ട്രുമെൻ്റലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ജനങ്ങളുടെ തന്നെ കാശാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞതും നിലപാടെടുത്തതും.
ചില രാഷ്ട്രീയ കക്ഷികൾക്ക് അദ്ദേഹം കൈരളി TV-യുടെ ചെയർമാൻ ആയതുകൊണ്ട് ആണ് ഈ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ എസ്കോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നത് എന്നൊക്കെ, അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചത് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഞങ്ങൾ മമ്മൂട്ടിയെ അല്ല കാണാൻ വന്നത്, അല്ലെ ഞങ്ങളുടെ സെക്രട്ടറി മമ്മൂട്ടിക്കല്ല അകമ്പടി സേവിച്ചത്, ഞങ്ങൾ കൈരളി TV-യുടെ ചെയർമാനാണ് അകമ്പടി സേവിച്ചത്, അല്ലാതെ ഈ നടനെ ആര് അകമ്പടി സേവിക്കാൻ പോകും? അയാൾ പാലോളി മുഹമ്മദ് കുട്ടിയൊന്നുമല്ലല്ലോ, വെറും മമ്മൂട്ടിയല്ലേ, വെറും മുഹമ്മദ് കുട്ടിയല്ലേ. പാലോളി മുഹമ്മദ് കുട്ടിയാണെങ്കിൽ പിന്നെയുണ്ട്. ഞങ്ങൾ കൈരളി TV-യുടെ ചാനലിൻ്റെ ഡയറക്ടർക്കാണ് അകമ്പടി സേവിച്ചത്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയെ തരം താഴ്ത്തി കണ്ടു, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോടും അപമര്യാദയായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിക്ക് വളരെയധികം സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി കൈക്കൊണ്ട നിലപാട് വളരെ കൃത്യമായ നിലപാടാണ്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള നിലപാടാണ്. ആ സമയത്ത് മമ്മൂട്ടി എല്ലാവരുടെയുമാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി പൊളിറ്റിക്സ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മമ്മൂട്ടി എല്ലാവരുടെയുമാണ്. മമ്മൂട്ടി വലുതായിട്ടുള്ളത് ജനങ്ങൾ സിനിമ കണ്ടുകൊണ്ടതാണ്. ജനങ്ങളാണ് മമ്മൂട്ടിയെ പ്രൊമോട്ട് ചെയ്തത്. അവിടെ CPM കാരണമെന്നും കോൺഗ്രസ് കാരനെന്നും BJP കാരനെന്നൊന്നും വേർതിരിവില്ലാതെ, ഒരു വകതിരിവില്ല, ഒരു ഭേദചിന്തയില്ലാതെ ആളുകൾ പോയി മമ്മൂട്ടി എന്ന സിനിമാ നടനെ, അയാളുടെ മതം നോക്കിയോ ഒന്നല്ല, മമ്മൂട്ടി എന്ന സിനിമാ നടനെ, മമ്മൂട്ടി എന്ന നടനെ ജനങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിച്ചതിൻ്റെ പേരിലാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഇത്ര കണ്ട് വളർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതചിന്തകൾക്ക് അപ്പുറമായിട്ട് എല്ലാ മലയാളികളോടും ഒരുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അവരുടെ ദുഃഖത്തിൽ അദ്ദേഹം ഏത് BJP കാരനാവട്ടെ, CPM കാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, അവരുടെ ആ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാർ, ആ വിക്ടിംസിനെ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട്, സ്വത്ത് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായി കഴിഞ്ഞിരുന്ന അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് ആ ഉത്തരവാദിത്ത ബോധം എല്ലാവരിലുള്ളിലും വരുത്തുക എന്നൊരു സതുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ പോയി നേരിൽ കണ്ട് അത് ഉറപ്പുവരുത്താൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട പ്രമാണം സൈബർ ബുള്ളിയിങ് നടത്തി. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയത് സോഷ്യൽ ക്യാപിറ്റലാണ്. കാരണം മനുഷ്യർ തമ്മിൽ കാണിക്കുന്ന ട്രസ്റ്റും അതേപോലെ തന്നെ ബഹുമാനവും സ്നേഹവും കരുതലും ഒക്കെ തന്നെയാണ് ഒരു സമൂഹത്തെ, പണത്തിനേക്കാൾ ഉപരി ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് മലയാളി ഏത് ദുർഘട സന്ധിയിലും അത് കാണിച്ചിട്ടുണ്ട്. ആ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യർ തമ്മിൽ സഹവർത്തിത്വം വേണം, പരസ്പര ബഹുമാനം വേണം, ഒക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെയും വേണ്ടത് സോഷ്യൽ ക്യാപിറ്റലാണ്. ഇപ്പോൾ ഓരോ വ്യക്തിയും ഓരോ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് മമ്മൂട്ടി കൊടുത്ത സന്ദേശം വളരെ വലുതാണ്. മമ്മൂട്ടി അഭ്രപാളിയിൽ നിറഞ്ഞാടുകയായിരുന്നു ഇത്രയും കാലം. മമ്മൂട്ടി ചെറുപ്പകാലത്ത് മമ്മൂട്ടി അത്ര കണ്ട് ഗംഭീരമായ നടനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അത്ര നന്നായിട്ടൊന്നും അഭിനയിച്ചിരുന്നില്ല. ആകാര സൗഷ്ഠവമൊക്കെ ഉണ്ട്. പക്ഷേ മമ്മൂട്ടി ഓരോ വയസ്സ് ചെല്ലുന്തോറും, ഓരോ വർഷം ചെല്ലുന്തോറും മമ്മൂട്ടിക്കിന് അഭിനയം മെച്ചപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ അറിവിൻ്റെ ഉപാധികൾ ഇങ്ങനെ മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിനൊപ്പം അപ്ഡേറ്റഡാണ്, കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും വേണ്ടത് സ്വാംശീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാലാകാലങ്ങളെ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാൾസ് ആയിട്ടുള്ള പ്രസ്റ്റീജുകൾ, ഫോൾസ് ആയിട്ടുള്ള അതേപോലെ ചില മാടമ്പി സ്വഭാവങ്ങൾ, അതെല്ലാം തന്നെ അദ്ദേഹം അൺലേൺ ചെയ്യുകയും പുതിയ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യുകയും അറിവിൻ്റെ ഉപാധികളെ മൂർച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കൊണ്ടുപോകുന്നൊരു നടനാണ്. കാരണം മമ്മൂട്ടിയുടെ ഗ്രോത്ത് നോക്കുക, മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂ നോക്കുക, ഞാൻ കാലാകാലങ്ങളെ അദ്ദേഹം നടത്തിയ അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഓരോ സമയത്ത് അഭിമുഖങ്ങളും എത്ര കണ്ട് അദ്ദേഹം ബെറ്ററാണ്, വായിച്ചിട്ടും അനുഭവിച്ചിട്ടും അറിഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തിനു പറഞ്ഞു, അഭിനയിക്കുന്ന നെഗറ്റീവ് റോൾസാണ് ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡ്സുള്ള
ഷെയ്ഡ്സുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത് തന്നെ. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്ര ആർത്തിയുണ്ട് അഭിനയത്തോടുകൊണ്ട് അഭിനയത്തോട്. ആദ്യകാലങ്ങളിൽ നെഗറ്റീവ് ഷെയ്ഡ്സുള്ള ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ പേടിയിട്ടുണ്ടായിരിക്കാം നായക പദവി പോകുമോ, വില്ലനായി ഒതുക്കപ്പെടുകയോ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വയസ്സ് ആയപ്പോൾ അദ്ദേഹത്തിന് മോഹം ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് തീർക്കുക തന്നെയാണ്. അപ്പോൾ അഭ്രപാളികൾ നിറഞ്ഞാടുകയായിരുന്നു മമ്മൂട്ടി. ആ മമ്മൂട്ടി ഇപ്പോൾ അഭ്രപാളിക്ക് പുറത്താണ് ആടുന്നത്. അദ്ദേഹം ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് വാങ്ങി എറണാകുളത്തപ്പൻ്റെ അവിടെ വന്ന് വലിയൊരു സന്ദേശം കൊടുത്ത് ആളുകൾക്കൊക്കെ അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അധികം സംസാരിച്ചൊന്നുമില്ല, പക്ഷെ ആ ജസ്റ്റർ സംസാരിച്ചു. ആ ജസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയാണ് സംസാരിച്ചത്. അദ്ദേഹം അധികം സംസാരിച്ചില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം സംസാരിച്ചു. ആ സംസാരിച്ചത് വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യം, വളരെ ജെന്യൂനായിട്ടുള്ള മെസ്സേജും എല്ലാവരും രാഷ്ട്രീയക്കാർക്കും നിർത്തേണ്ടവരെ നിർത്തേണ്ട സമയത്ത് നിർത്തി എന്ന് തന്നെ പറയാം. എന്നെ വ്യക്തിത്വം കാണിച്ചു, വളരെയധികം വ്യക്തിത്വം കാണിച്ചു. ഞാൻ ഒരു ബോക്സിൽ ചതുരത്തിൽ ഒതുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഒതുങ്ങേണ്ട സമയത്ത് ഞാൻ നിലപാട് ചില സ്റ്റാൻസസ് ഉണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള ചില ഘട്ടങ്ങൾ വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ അവിടെ അതേ നിലപാടെടുക്കുകയും അതേസമയം ഒരു സാമാന്യമായിട്ടുള്ള ഒരു സംഗതി വരുമ്പോൾ, പൊതുവായിട്ടുള്ള ഒരു സംഗതി വരുമ്പോൾ അവിടെ എന്ത് എടുക്കേണ്ടത് എന്ന് എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നാണ് ഈ മുണ്ടക്കൈ ചൂരൽമല സന്ദർശനത്തിലെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാനവികതയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. അഭ്രപാളിയിൽ നിറഞ്ഞാടിയ നടൻ ഇപ്പോൾ അതിന് പുറത്ത് മാനവികതയുടെ സന്ദേശം കൊടുത്തുകൊണ്ട് സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സാമൂഹിക പ്രസക്തമായ കാര്യങ്ങളിൽ ഇടപെടുകയും അവിടെ സമൂഹത്തിൽ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുകയും അവിടെ ജനമനസ്സിലേക്ക് ആഴത്തിൽ കൊടുക്കാൻ പറ്റിയ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും നിറഞ്ഞാടുകയാണ്. അദ്ദേഹത്തിന് ഇത്രയൊക്കെ മതി, കുറേ അഭിനയിച്ചു, ഇഷ്ടപ്രകാരം കാശുണ്ടാക്കി, അവാർഡ് കിട്ടാവുന്നില്ല വെച്ചാൽ ഏറ്റവും വലിയ പരമോന്നത ബഹുമതികളൊക്കെ കിട്ടി, ഇനി കുടുംബത്തിരിക്കാം ചടഞ്ഞു കൂടിയിട്ട് എന്ന് അദ്ദേഹം കരുതുന്നില്ല. ഈ പ്രായത്തിലും അദ്ദേഹം ഇടപെടേണ്ട സംഗതികളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നന്ദി.